നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും. കർക്കടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം. മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ഏറെ പ്രശസ്തമാണ്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കടക മാസം. തൃത്താല പഞ്ചായത്തിലെ തെരുവുനായകൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകി. ഒറ്റ ദിവസം കൊണ്ട് 150-ലേറെ തെരുവുനായകൾക്കാണ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയത്. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു മാതൃകാ പ്രവർത്തനം. ഏതാനും ദിവസം മുമ്പ് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. പിന്നീട് ആളുകളെ ആക്രമിച്ച തെരുവുനായ പേവിഷബാധ മൂലം ചാവുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് നേതൃത്വത്തിൽ പഞ്ചായത്തിലെ തെരുവുനായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ വാക്സിൻ കുത്തിവെച്ചു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച കുത്തിവെപ്പ് വൈകിട്ട് 6 വരെ നീണ്ടു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 150-ലേറെ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ വാക്സിൻ നൽകി. പ്രത്യേക പരിശീലനം ലഭിച്ച സ്ട്രീറ്റ് ഡോഗ് കാച്ചർമാരെ സ്ഥലത്തെത്തിച്ച ശേഷം പ്രത്യേക വല ഉപയോഗിച്ച് തെരുവുനായകളെ പിടികൂടുകയും അവയ്ക്ക് വാക്സിൻ കുത്തിവെക്കുകയുമാണ് ചെയ്തത്. വാക്സിൻ നൽകിയ നായകളെ തിരിച്ചറിയാനായി സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയും ചെയ്തു. മേഴത്തൂർ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർ അമൽ സ്റ്റെഫി, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സ്റ്റെഫി എന്നിവർ നേതൃത്വം നൽകി. മഴ വീണ്ടും തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലെ കുഴികൾ വാരിക്കുഴികളായി മാറി. കുഴികളിൽ അകപ്പെട്ടുള്ള അപകടങ്ങളും ടൗണിൽ പതിവായി. ഗതാഗതക്കുരുക്കും തുടരുകയാണ്. മഴ വീണ്ടും തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച രൂക്ഷമാവുകയാണ്. പാതയിലുണ്ടായിരുന്ന കുഴികളെല്ലാം വാരിക്കുഴികളായി മാറി. വലിയ കുഴികളിൽ മഴ പെയ്ത് വെള്ളം കെട്ടിനിൽക്കുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുകയാണ്. ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ടൗണിൽ സംഭവിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ മേലെ പട്ടാമ്പി കൽപ്പക വരെയും കുഴികളാൽ റോഡ് സമ്പന്നമാണ്. പലപ്പോഴും വലിയ കുഴികൾ അടയ്ക്കുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നതിന് പിന്നാലെ കുഴികൾ പൂർവാധികം ശക്തിയോടെ രൂപപ്പെടുകയാണ്. കുഴികൾ വെട്ടിമാറ്റുവാനുള്ള ശ്രമത്തിനിടെയാണ് അപകടങ്ങൾ പതിവാകുന്നത്. ഗതാഗതക്കുരുക്കിലമരുന്ന ടൗണിലെ അപകടങ്ങൾ സ്ഥിതി ദുഷ്കരമാക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം 3 വാഹനങ്ങളാണ് മേലെ പട്ടാമ്പിയിൽ അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഉണ്ടാകാതിരുന്നത്. ബസ്സും കാറും സ്കൂട്ടറുമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇത് ടൗണിൽ വലിയ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തി. കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അകപ്പെട്ടുള്ള അപകടങ്ങളും പതിവാണ്. ടൗണിലെ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു. വലിയ കുഴികൾ യഥാസമയം അടച്ചെങ്കിലും ടൗണിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ വണ്ടുംതറ ജുമാ മസ്ജിദിന് സമീപം റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡിന് കുറുകെ വെട്ടിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്താണ് നീളത്തിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ വണ്ടുംതുറ ജുമാ മസ്ജിദിന് എതിർവശത്തായാണ് റോഡിന് കുറുകെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനായി റോഡ് വെട്ടിമുറിച്ചിരുന്നത്. റോഡിന്റെ നവീകരണത്തിന് ശേഷമായിരുന്നു ഈ പ്രവൃത്തികൾ നടപ്പാക്കിയത്. തുടർന്ന് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇത് മൂടുകയായിരുന്നു. ഈ കോൺക്രീറ്റാണ് ഇപ്പോൾ അടന്നു പോന്ന് റോഡിന് കുറുകെ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് അപകടങ്ങൾക്ക് ഇടവരുത്തുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇവിടെ കുഴി രൂപപ്പെട്ടപ്പോൾ അധികൃതർ ഇടപെട്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. ഇതാണിപ്പോൾ മഴ തുടങ്ങിയതോടെ വീണ്ടും തകർന്നിരിക്കുന്നത്. ഭാഗത്ത് എപ്പോഴും മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗട്ടറായിട്ട് വരികയാണ്. നിരവധി തവണ അത് PWD ഇടപെട്ട് ടാറിംഗ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ മഴവെള്ളം പോകാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം വീണ്ടും വന്നു നിന്നാൽ ഓരോ വർഷവും മഴ വന്നാൽ
അവിടെ കുഴി വരികയാണ്. ഇത് വളരെ അപകടാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. PWD, AEX ഉൾപ്പെടെയുള്ള ആളുകളോട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നതാണ് പറയാനുള്ളത്. അങ്ങനെ പോയില്ലെങ്കിൽ ഇതിപ്പോൾ അപ്പുറത്ത് ആ പാടത്തിൻ്റെ സൈഡ് ഒന്നും മതിലുകളൊന്നുമില്ല, അവിടേക്ക് വാഹനങ്ങൾ വരുമ്പോൾ അപകടത്തിലേക്ക് വരും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ കുഴിയിൽ അകപ്പെട്ട് അപകടം സംഭവിക്കുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. നീളത്തിലുള്ള കുഴി എല്ലാ വാഹനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. റോഡിലെ കുഴി എത്രയും പെട്ടെന്ന് മൂടാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുൽക്കലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഗോപകുമാർ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. 3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ക്രോസായി ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പലതവണ നമ്മളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ പലതവണ പരാതി പറഞ്ഞു. പരാതി പറയുമ്പോൾ അവർ ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി അപ്പോഴേക്കപ്പോഴേ ഒരു താൽക്കാലിക പ്രശ്നപരിഹാരം മണ്ണിടലും കാര്യങ്ങളായിട്ട് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യം അതല്ല. ഇതിന് ഇവിടെ ശാശ്വതമായി പരിഹാരം വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇറക്കമാണ്, ഒരു സൈഡ് കയറ്റമാണ്, അതേപോലെ ഇടതുവശം വലിയ അഗാധമായ ഗർത്തമാണ്, താഴ്ചയുള്ള പ്രദേശമാണ്. നിരന്തരം ഈ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ വരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് പാടത്തേക്ക് മറിയുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രക്കാർ, നാളെ ഒരു ഗർഭിണിയായ സ്ത്രീ ഇവിടെ വന്ന് വീഴ്ച സംഭവിക്കേണ്ടായി. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിരന്തരം. ലോഡ് വണ്ടികൾ പോകുമ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ഈ കുഴിയിൽ ചാടുന്ന രാത്രിക്ക് ലോഡുമായി വണ്ടികൾ പോകുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ട് ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണരുന്ന സംഭവം അയൽവാ പ്രദേശത്തെ വീടുകളിൽ ഉൾപ്പെടെയുള്ളതുണ്ട്. അപ്പൊ ആ വണ്ടി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഇപ്പൊ അവസ്ഥ. വണ്ടികൾ കുടുങ്ങുന്നു, യാത്രക്കാർ പിരിന്തന. അത് മാത്രമല്ല, ഇപ്പൊ ഈ വാടാനംകുറിശി റോഡ്, പട്ടാമ്പി പാലക്കാട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇതിലാണ് വരുന്നത്. കൂറ്റനാട് കോതച്ചിറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. ശബ്ദം കേട്ട് ഓടിയിറങ്ങിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് അമ്മയും മകനും. നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ പടിക്കൽഞ്ഞാലിൽ വിജയരാജന്റെ വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. ഓട്ടോ തൊഴിലാളിയായ വിജയരാജന്റെ ഭാര്യയും മകനും മാത്രമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വൈകുന്നേരം വീടിന്റെ മേൽക്കൂരയിൽ നിന്നും ശബ്ദത്തോടെ മൺതരികൾ വീഴുന്നത് കണ്ടതോടെ ഇരുവരും അപകടം മനസ്സിലാക്കി അടുക്കളവാതിലിലൂടെ പുറത്തേക്ക് ഓടിയിറങ്ങി. ഇതേസമയം തന്നെ വീടിന്റെ മേൽക്കൂരയും ചുമരുകളും അടങ്ങുന്ന മധ്യഭാഗം പൂർണ്ണമായും നിലംപൊത്തി. ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാരണം ഇവിടെ ഈ വീട്ടില് വിജയരാജൻ, അവൻ്റെ വൈഫ്, കുട്ടി, 3 പേരുണ്ടായിരുന്നു. ആ തത്സമയത്ത് ഭാര്യയുള്ള മകൻ മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ വലിയൊരു ശബ്ദത്തോട് ഇത് ഇടിഞ്ഞു വീണത്. അങ്ങനെ അവൻ്റെ വൈഫിനെ ഈ വിജയരാജൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ കാലിനൊരു വൈകല്യമാണ്, അസുഖ ബാധമായിട്ട്. അതങ്ങനെ കാല് വലിച്ചങ്ങനെ ഓടി പുറത്തേക്ക്. പിന്നെ മകനും ഓടി. അങ്ങനെ ഇത് ഒരു സൈഡ് മുഴുവൻ വീഴുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗമാണ് വീണത്. വീട്ടിന്റെ അടുക്കള ഭാഗത്തെ ചുമരും മുൻവശത്തെ ഭാഗവും മാത്രമാണ് ഇനി തകരാൻ ബാക്കിയുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വീടിന്റെ മറ്റു ഭാഗവും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. നിലവിൽ വിജയരാജനും കുടുംബവും പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി. ഗതാഗതക്കുരുക്കിലമർന്ന് കൂറ്റനാട് ടൗൺ. ദുരിതത്തിലായി വാഹനയാത്രക്കാരും കാൽനടയാത്രികരും. തൃത്താല മണ്ഡലത്തിലെ ഏറ്റവും തിരക്കുള്ള ടൗണാണ് കൂറ്റനാട്. പട്ടാമ്പി ഗുരുവായൂർ, എടപ്പാൾ പട്ടാമ്പി, തൃത്താല കൂറ്റനാട് റോഡുകളുടെ സംഗമ സ്ഥലമാണ് കൂറ്റനാട് ടൗൺ. നിലവിൽ കൂറ്റനാട് ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. ടൗൺ കടന്നു കിട്ടാൻ മിക്കപ്പോഴും ഏറെ സമയം റോഡിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയിലാണ് വാഹനയാത്രക്കാർ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്, നാഗലശ്ശേരി പഞ്ചായത്ത്, കൃഷിഭവൻ, സ്കൂളുകൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം കൂറ്റനാട് ടൗണിലും പരിസരങ്ങളിലുമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി ഒട്ടേറെ പേർ വന്നുപോകുന്ന അങ്ങാടിയിൽ ഗുണകരമായ ഗതാഗത സംവിധാനങ്ങളുടെ കുറവ് നാട്ടുകാരുടെ ജീവിതം ദുരിതമാക്കുന്നു. സ്ഥിരമായുള്ള പോലീസ് നിരീക്ഷണവും നിയന്ത്രണവും കൂറ്റനാട് അങ്ങാടിയിലില്ല. സംസ്ഥാന പാതയിലെ ഏറ്റവും തിരക്കുള്ള ടൗണുകളിലൊന്നായിട്ടും നഗരത്തിൽ സിഗ്നൽ സംവിധാനങ്ങളുമില്ല. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പ്രഖ്യാപിച്ച കൂറ്റനാട് ടൗൺ വികസനം അനന്തമായി നീളുകയുമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫണ്ട് ശേഖരണത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ മഹിളാ പ്രധാൻ ഏജന്റുമാരെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫണ്ട് ശേഖരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ
മഹിളാ പ്രധാൻ ഏജന്റുമാരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചത്. ജില്ലയിൽ കൂടുതൽ ഫണ്ട് ശേഖരിച്ച പി രമണി ഉൾപ്പെടെ 16 പേർക്കായിരുന്നു ആദരം നൽകിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ അധ്യക്ഷയായിരുന്നു. ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ UK ഷാഫി, ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ A രാമചന്ദ്രൻ, P രമണി, M സുലോചന, M രാജനന്ദിനി, PK അമ്മിണി, P ദേവയാനി, MP രജതകുമാരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് പരിധിയിൽ ആകെയുള്ള 39 പേരിൽ 16 പേരാണ് സാമ്പത്തിക വർഷം ടാർജറ്റ് പൂർത്തീകരിച്ചത്. CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി നടീൽ ഉദ്ഘാടനം വരവൂർ നടുവട്ടത്ത് ഏരിയ സെക്രട്ടറി KK മുരളീധരൻ നിർവഹിച്ചു. യുവ കർഷക അവാർഡ് ജേതാവ് മൂരിപ്പാറ മണികണ്ഠന്റെ 50 സെന്റ് ഭൂമിയിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി KK ബാബു, ഏരിയ പ്രസിഡന്റ് NS ജെയിംസ്, ഏരിയ ട്രഷറർ PT രാജേന്ദ്രകുമാർ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത എന്നിവർ സംസാരിച്ചു. വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രതിമോഹൻ സ്വാഗതവും കർഷക സംഘം വരവൂർ മേഖലാ സെക്രട്ടറി UB കണ്ണൻ നന്ദിയും പറഞ്ഞു. ജൂലൈ 19, 20 തീയതികളിലായി വള്ളത്തോൾ നഗർ ഏരിയയിലെ 9 ലോക്കൽ കമ്മിറ്റിയിലും കൃഷി ഇറക്കുമെന്ന് KK മുരളീധരൻ പറഞ്ഞു. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. സ്കൂളിലെ ഏറെക്കാലത്തെ ആഗ്രഹം കൂടിയായിരുന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിറ്റ് ആരംഭിക്കുക എന്നത്. സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. കുടുംബശ്രീ അതിലൊന്നാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും മികച്ച കേരളത്തിന്റെ പദ്ധതി. ആ പദ്ധതി മറ്റു സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിലും രാജ്യത്തിനും പുറത്തുള്ള സ്ഥലങ്ങളിൽ പോലും കുടുംബശ്രീ മാതൃക അംഗീകരിക്കപ്പെട്ടു. അതേപോലെയാണ് കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികളിൽ അച്ചടക്കം വർദ്ധിപ്പിക്കാനും നിയമബോധമുണ്ടാക്കാനും നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ പൗരബോധമുള്ള സാമൂഹ്യ സേവന സന്നദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ചെറിയ പൈലറ്റ് പ്രോജക്റ്റായി 2006-2007 കാലത്ത് എറണാകുളത്ത് ആരംഭിച്ച് അതിനുശേഷം 2010 അത് കേരളത്തിലാകെ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും കേരളത്തിലാകെ അത് നടപ്പിലാക്കിയപ്പോൾ SPC വലിയ മാറ്റം വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കി, യുവതലമുറയിൽ ഉണ്ടാക്കി എന്ന് മാത്രമല്ല 2016-17 കാലമായി പഠിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഈ പ്രൊജക്ടിനെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നത് നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന കാരണമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, സ്കൂൾ പ്രധാനാധ്യാപകൻ നസീർ ഹുസൈൻ, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ S അൻഷാദ്, സ്കൂൾ പ്രിൻസിപ്പൽ V നാരായണൻകുട്ടി, PTA പ്രസിഡന്റ് M മൊയ്തീൻകുട്ടി, SMC ചെയർമാൻ VT സോമൻ, വൈസ് പ്രസിഡന്റ് K സുകുമാരൻ, AK സുനീറ, നന്ദകുമാർ, അഡ്വക്കേറ്റ് നിഷ, K മധുസുന്ദരൻ, VT സൈനുദ്ദീൻ, P രേഷ്മ, രംഗരാജൻ, സുധീർ തുടങ്ങി ജനപ്രതിനിധികളും PTA ഭാരവാഹികളും അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.